ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരമുണ്ട്. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് മനസ്സിലായ ഒരു ക്രാഫ്റ്റ് വർക്കാണ്. നല്ല ഫ്ലവർ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഫുള്ള് കാണണം. ഓക്കെ, ഇഷ്ടമായ ഷെയർ ചെയ്യണം ഫ്രണ്ട്സിനൊക്കെ. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ മഴ കാരണം പുറത്തുള്ള ചെടികളെയും പൂക്കളെയും ഒന്നും ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. അത്രയ്ക്കും കട്ട മഴയായിരുന്നു ഇന്ന്. അപ്പം ഞാൻ വിചാരിച്ചു അകത്ത് നമ്മൾ കുറച്ച് പൂക്കൾ ഉണ്ടാക്കി വെച്ചാലോ. എന്തായാലും പൂക്കളും ചെടികളും ഇല്ലാതെ ജീവിക്കാൻ വയ്യെന്നായിരിക്കുകയാണ്. അപ്പം ഞാൻ വിചാരിച്ചു നല്ല കുറച്ച് പൂക്കൾ അങ്ങ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പം ക്രാഫ്റ്റ്സിൻ്റെ ഇഷ്ടം പോലെ സാധനങ്ങൾ എൻ്റെ അടുത്തിരിക്കുന്നുണ്ട്. ഒരു ദിവസം ക്രാഫ്റ്റ്സ് മെറ്റീരിയലൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം എങ്ങനെയാണ് ഇത് ഉണ്ടാക്കിയെന്ന്. അപ്പോൾ പേപ്പർ ഫ്ലവറിന് വേണ്ടി നമ്മളിവിടെ റെഡ് കളറാണ് യൂസ് ചെയ്യുന്നത്. ഇത് നമുക്ക് ക്രാഫ്റ്റ് ഷോപ്പിലൊക്കെ കിട്ടും. അപ്പോൾ നമ്മൾ ഓരോ പെറ്റൽ ഉണ്ടാക്കുമ്പോഴും ഒരേ അളവിലായിരിക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്കൊന്ന് അളന്ന് തന്നെ നമുക്ക് കട്ട് ചെയ്തെടുത്താൽ വളരെ നന്നായിരിക്കും. അപ്പോൾ ഇവിടെ ഞാൻ നീളവും വീതി ഒരേപോലെ 3 ഇഞ്ചാണ് എടുക്കുന്നത്. നമ്മൾ ഗിഫ്റ്റ് ഐറ്റംസ് ഒക്കെ റാപ്പ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ആ പേപ്പർ ഇതിന് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. അതൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ കളയാതെടുത്ത് വെച്ചിരുന്നാൽ നമുക്ക് ഇങ്ങനെ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഒരേ അളവിലുള്ള കുറേ പെറ്റൽസ് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെയുള്ള നൈസായിട്ടുള്ള പേപ്പറിൽ ഉണ്ടാക്കുമ്പോഴാണ് പൂവിന് നല്ല ഭംഗി കിട്ടുക. അപ്പം പ്രത്യേകം അത് ശ്രദ്ധിക്കണം. ഒരുപാട് കട്ടിയുള്ള പേപ്പർ എടുക്കാതെ. ഇപ്പോൾ ഇതിന് 3 ഇഞ്ച് തന്നെ കറക്റ്റ് എടുത്തോണമെന്നൊന്നുമില്ല. കാരണം നമ്മൾ ചെറിയ പെറ്റൽസ് വലിയ പെറ്റൽസ് അങ്ങനെ ഉണ്ടാക്കുമല്ലോ. ഓരോ ഇതിലും നമുക്ക് അളക്കാതെ തന്നെ വേണമെങ്കിലും ചെയ്യാം. അങ്ങനെ ഒന്നുമില്ല. അപ്പോൾ ഞാൻ ചെയ്തത് അങ്ങനെ ഒരു 3 ഇഞ്ച് വെച്ചിട്ടാണ് 2 സൈഡും എടുത്തിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ നമുക്കിതിൽ കുറച്ച് കട്ട് ചെയ്ത് വെക്കാം. ഒരു ഫ്ലവർ ഉണ്ടാക്കുന്നതിനായിട്ട് നമ്മൾ 3 പെറ്റൽസാണ് ഉപയോഗിക്കുന്നത്. 3ഓ 4ഓ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. അത് നമ്മുടെ ഇഷ്ടം പോലെ നമുക്ക് ചെയ്യാം. അപ്പോൾ ഇത് നമ്മൾ ഒരുപാട് വലിയ പൂവല്ല ഉണ്ടാക്കുന്നത്, ചെറിയ പൂക്കളാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരേ അളവിൽ നമ്മൾ കുറേ പേപ്പർ കട്ടിങ് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എത്ര പൂക്കൾ വേണോ അതിനനുസരിച്ചിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെക്കാം. അതൊക്കെ നമ്മുടെ ഇഷ്ടം പോലെ. ഇനി നമുക്ക് ലീഫ് ഉണ്ടാക്കാനായിട്ട് കുറച്ച് ഗ്രീൻ കളറിലുള്ള ഇത് ക്രീപ്പ് പേപ്പറാണിതും നമ്മൾ കട്ട് ചെയ്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതിന് ഞാനൊരു അളവ് കൊടുത്തിട്ടുണ്ട്. 8 സെൻറ്റിമീറ്ററും ഇവിടെ 4.5 സെൻറ്റിമീറ്ററുമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം നമുക്ക് ഇഷ്ടമുള്ള അളവിൽ ഇതും നമുക്ക് എടുക്കാം. വലിയ പൂക്കളും വലിയ ഇലകളും ആണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഇതാണ് ഞാൻ എടുത്തിരിക്കുന്ന ക്രീപ്പ് പേപ്പർ. പിന്നെ അപ്പോൾ ഇനി നമ്മൾ ഇതെല്ലാം കട്ട് ചെയ്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് തുടങ്ങാം. എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു പേപ്പർ നമ്മൾ ഇങ്ങനെ ആദ്യം ഒന്ന് മടക്കിയെടുക്കണം. അതിൻ്റെ പകുതിക്ക് വെച്ച് മടക്കിയിട്ട് വീണ്ടും ഒന്നും കൂടെ മടക്കുക. ഇങ്ങനെ നമ്മൾ മടക്കി ഒന്നും കൂടെ ഞാൻ കാണിച്ചു തരാം. ഒന്ന് മടക്കി വീണ്ടും നമ്മളൊന്നും കൂടെ മടക്കി എന്നിട്ട് നമ്മളിങ്ങനെ ഇതൊന്ന് പിടിച്ച് നോക്കുക. കണ്ടില്ലേ? ഇപ്പോൾ ഒരു ചെറിയൊരു സ്ക്വയറാണ് വന്നിരിക്കുന്നത്. അതിൻ്റെ ഓപ്പൺ സൈഡ് അവിടെ നമുക്കൊരു റൗണ്ട് ഷേപ്പിൽ നമുക്കൊന്ന് വരച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്കത് പെറ്റൽ കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ ഞാനിവിടെ കട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇതേപോലെ നമ്മൾ ഒരു പെറ്റൽ കട്ട് ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ള പേപ്പറും ഇതുപോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ആദ്യം ഒന്ന് മടക്കുക, വീണ്ടും ഒന്നും കൂടി മടക്കുക. എന്നിട്ട് ഇങ്ങനെ പിടിച്ച് ആ ഓപ്പൺ സൈഡ് നമ്മളങ്ങ് കട്ട് ചെയ്ത് കൊടുക്കുക. ഇതേപോലെ തന്നെ നമുക്ക് എല്ലാ പേപ്പറും കട്ട് ചെയ്തെടുക്കാം. ഒരു ഫ്ലവർ ഉണ്ടാക്കാനായിട്ട് നമ്മൾ 3 കട്ടിങ്ങാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എത്ര പൂക്കൾ വേണോ അതിനനുസരിച്ച് നമ്മളിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കി നോക്കാം എങ്ങനെയാണെന്ന്. അപ്പോൾ നമ്മളിവിടെ പേപ്പറുകളെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത്, നമുക്ക് കമ്പി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ അങ്ങനെയാണ് സാധാരണ ഫ്ലവർ ഉണ്ടാക്കുന്നത്. ഇപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഈർക്കിലാണ് എടുത്തിരിക്കുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലത്തെ സ്റ്റിക്കുകളൊക്കെ വാങ്ങാൻ കിട്ടും. ഇതൊന്നും നമ്മുടെ കയ്യിലില്ലെന്നുണ്ടെങ്കിൽ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചൊക്കെ ചെയ്യുന്നതിനായിട്ടാണ് ഞാനിപ്പോൾ ഈർക്കിലെടുത്തിരിക്കുന്നത്. ഒരു ചെറിയൊരു കഷ്ണം പേപ്പറും കൂടെ ഞാനിവിടെ കട്ട് ചെയ്തിട്ടുണ്ട്. അത് യെല്ലോ കളറാണ്. അതിപ്പോൾ നമ്മൾ ഈ ഈർക്കിലയിലോട്ട് അതൊന്ന് കെട്ടിക്കൊടുക്കാൻ പോവുകയാണ് ആദ്യം. നൂലുപയോഗിച്ചിട്ട് നമുക്ക് അതൊന്ന് കെട്ടിക്കൊടുക്കാം.
പിന്നെ ഗ്ലൂ എന്തെങ്കിലും വെച്ച് വേണമെങ്കിൽ അത് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. നൂലും കൊണ്ടാകുമ്പോൾ അഴിഞ്ഞു പോകില്ല. നന്നായിട്ട് നമുക്കിതുപോലെ ഒന്ന് കെട്ടിക്കൊടുക്കാം. ഇനി ആ നൂലെടുക്കാതെ തന്നെ നമുക്ക് ഇതിലേക്ക് നമുക്ക് ഓരോ പെറ്റൽസും വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പൂവിൻ്റെ ഒരിതളാണിത്. കണ്ടോ, ഇങ്ങനെ അങ്ങോട്ട് വെച്ചിട്ട് ആ നൂല് കൊണ്ട് നമുക്കൊന്ന് മെല്ലെ കെട്ടിക്കൊടുക്കാം. ഇതേപോലെ ഒന്ന് കെട്ടുക. പൂക്കളൊക്കെ കെട്ടാൻ അറിയാവുന്നവർക്ക് ഇത് ഈസി ആയിരിക്കും. പിന്നെ പഠിക്കുന്നവർക്കാണെങ്കിൽ ഇത് നോക്കി നന്നായിട്ട് ഇങ്ങനെ ഒന്ന് കുറച്ച് നേരം നോക്കിയാൽ മതി, മനസ്സിലാകും. നമുക്ക് അടുത്ത പെറ്റലും എടുത്ത് വയ്ക്കാം. ഇതിങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ആർക്കെങ്കിലും ഗിഫ്റ്റൊക്കെ കൊടുക്കാൻ നല്ലതാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ വലിയ ഇഷ്ടമായിരിക്കും ഗിഫ്റ്റായിട്ടൊക്കെ ഇത് കിട്ടുമ്പോഴേ. അപ്പോൾ ഇതുപോലെ നമുക്ക് ഒന്നും കൂടി ഇത് ചുറ്റി നൂലിങ്ങനെ എടുത്ത് വലിച്ച് ഇതുപോലെ കെട്ടാൻ എളുപ്പമാണിത് കേട്ടോ. അപ്പോൾ ഇത് 2 ഇതിലായി. നമുക്ക് ഇനി ഒരു ഇതിലും കൂടെ വെച്ച് കൊടുക്കാം. ഇത് കണ്ടു കഴിഞ്ഞാൽ പേപ്പർ ഫ്ലവർ ആണെന്നൊന്നും പറയില്ല കേട്ടോ. നല്ല ഭംഗിയാണ്. ഒന്നിച്ച് കുറേ കൂടിയിരിക്കുന്ന സമയത്ത് ഇത് കാണാൻ നല്ലതാണ്. അപ്പോൾ ഇതുപോലെ നമ്മൾ 3 പെറ്റൽ വെച്ചിട്ടുണ്ട്. നമുക്ക് എത്ര വേണമെങ്കിലും ഇതിലേക്ക് ആഡ് ചെയ്യാം. 4 or 5 ഒക്കെ ചെയ്യാം. ഇതിപ്പോൾ നമ്മൾ ഒത്തിരി വലിയ പൂവൊന്നും ഉണ്ടാക്കുന്നില്ല, ചെറിയ പൂക്കളാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ പണി. ഇനി നമുക്ക് ബാക്കി എല്ലാ ഫ്ലവേഴ്സും ഇതുപോലെ തന്നെ നമുക്കൊന്ന് ഉണ്ടാക്കിയെടുക്കാം. ഒരെണ്ണം കൂടി ഉണ്ടാക്കി നോക്കാം നമുക്ക്. ആദ്യം ഈർക്കിലെടുക്കുന്നു. ഒരു ചെറിയ കഷ്ണം പേപ്പർ എടുത്തിട്ട് നമ്മളിതുപോലെ ഒന്ന് ചുറ്റി കൊടുത്ത് നൂലിട്ട് കെട്ടിക്കൊടുക്കാം. നൂലിന് പകരം ഗ്ലൂ വേണമെങ്കിൽ ഉപയോഗിക്കാം. 2-3 ഇങ്ങനെ വട്ടം കറക്കി അതിങ്ങോട്ട് കെട്ടിയെടുക്കുക. എന്നിട്ട് ആ നൂല് അതേ തന്നെ ഇരിക്കട്ടെ. നൂല് പൊട്ടിച്ചൊന്നും എടുക്കണ്ട. ഫ്ലവറിൻ്റെ പെറ്റൽസും കൂടെ കെട്ടിയതിന് ശേഷം മാത്രം നമ്മുടെ നൂല് കട്ട് ചെയ്തെടുത്താൽ മതി. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയി. ഇപ്പോൾ ഈ പേപ്പറൊന്നും കയ്യിലില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ വീട്ടിൽ പഴയ ഷാളുകളൊക്കെ കാണുമല്ലോ, അതൊക്കെ ഒന്ന് മുറിച്ചിട്ട് അതൊക്കെ ആകുമ്പോൾ നമുക്ക് കട്ടി കുറഞ്ഞ നല്ല ഒരുപാട് കട്ടിയുള്ളതൊന്നും എടുക്കരുത്. ഷാള് അല്ലെങ്കിൽ സാരി അതൊക്കെ കൊണ്ട് അതിൻ്റെ മുറികളൊക്കെ കൊണ്ട് നമുക്ക് ഇതുപോലെ ചെയ്യാം. അപ്പോൾ വീട്ടിൽ ലോക്ക്ഡൗണൊക്കെ ആയിട്ട് വെറുതെ ഇരിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് തന്നെ ഒരു ഭയങ്കര എന്താ പറയുക, പൂക്കളൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ വീടിനുള്ളിൽ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ ഇതുപോലെ നമുക്ക് കുറേ പൂക്കൾ ഉണ്ടാക്കിയെടുക്കാം. ഇങ്ങനെ വേണേൽ വിടർത്തിയൊക്കെ കൊടുക്കാം കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ ഈർക്കിലൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ഇളക്കി വലുതാക്കി കൊടുക്കാം. കണ്ടോ, നമ്മൾ അതിനുള്ളിൽ വെച്ചിരിക്കുന്ന ആ മഞ്ഞ കളറ്. ഇത് കട്ട് ചെയ്തിട്ട് ഇനി നമുക്ക് ടേപ്പ് ഒട്ടിച്ച് കൊടുക്കാം. നമ്മുടെ തണ്ടിന് ഒരു പച്ച കളറൊക്കെ വേണ്ടേ, അതിന് വേണ്ടിയിട്ട് നമുക്ക് ടേപ്പ് ഒട്ടിച്ച് കൊടുക്കാം. ഇത് ഇപ്പം ഈ ടേപ്പിൻ്റെ ഒരു സൈഡിൽ നല്ല പശയുള്ളതാണേ. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് നമ്മളൊന്ന് ചുറ്റി കൊടുത്തു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് അതിൽ നന്നായിട്ട് പിടിച്ചോളും. അപ്പോൾ നമ്മുടെ ആ നൂല് ചുറ്റിയ ഭാഗം മുതൽ നമുക്ക് ഈ ടേപ്പ് ഒന്ന് ചുറ്റി കൊടുക്കണം. ടേപ്പ് ചുറ്റാൻ വളരെ ഈസിയാണ്. നമ്മളിങ്ങനെ ഒന്ന് പിടിച്ചു കൊടുത്താൽ മതി. അതിങ്ങനെ കറക്കി കറക്കി കൊടുത്തു കഴിയുമ്പോഴത്തേക്കും അതവിടെ ഒട്ടി സ്റ്റിക്കായിട്ട് ഇങ്ങനെ താഴേക്ക് പോരും. ഇത് ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഇങ്ങനെ ഫ്ലവർ ഉണ്ടാക്കാനേ. അപ്പോൾ ഇങ്ങനെ നമ്മുടെ ഫ്ലവറിൻ്റെ ഇത്രയേ ഉള്ളൂ ഈ പണി. അല്ലാതെ ഒരുപാട് വലിയ പണിയൊന്നുമില്ല. ചെയ്ത് നോക്കി എല്ലാവർക്കും ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷേ ഇതൊക്കെ ചെയ്യാൻ നമുക്കൊരു ഇൻട്രസ്റ്റ് വേണം, എന്നാൽ മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഇതും കൂടെ അങ്ങനെ ഒന്ന് ചെയ്ത് കാണിക്കാം. ആ ഭാഗത്താണ് നമ്മൾ ആദ്യം തുടങ്ങേണ്ടത്. അവിടെ നിന്ന് ചുറ്റി ചുറ്റി താഴേക്ക് കൊണ്ടുവരിക. ഇത് കയ്യിലൊക്കെ ചെറുതായിട്ട് നമ്മുടെ പശ ഒട്ടുന്നുണ്ട് കേട്ടോ. ആ ഒരു പേപ്പറിൻ്റെ പ്രത്യേകതയാണത്.
അപ്പോൾ ഇങ്ങനെ വളരെ ഈസി ആയിട്ട് നമുക്ക് എളുപ്പം ഉണ്ടാക്കിയെടുക്കാം ഇത്. ഈ ഫ്ലവർ ഉണ്ടാക്കാനിരുന്നാൽ നമ്മൾ ഇവിടെ നിന്ന് എണീക്കാൻ തോന്നില്ല, അങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. അപ്പോൾ കണ്ടില്ലേ, ഇതുപോലെ നമുക്ക് ബാക്കി എത്രയും ഉണ്ടാക്കണോ അതെല്ലാം നമുക്കിവിടെ ഇരുന്ന് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് ബാക്കിയും കൂടെ നോക്കാം. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് ഇലയും കൂടെ ഒന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പം 2 എണ്ണം ഒന്നിച്ചാണ്, ഒരു തണ്ടിലേക്ക് 2 ഇല വേണമല്ലോ. അപ്പോൾ അതിനായിട്ട് ഇങ്ങനെ ഇതുപോലെ താഴേന്ന് കട്ട് ചെയ്ത് മുകളിലേക്ക് ഇലയുടെ ആ ഷേപ്പ് വെച്ച് അങ്ങോട്ട് കൊടുക്കുക. വളരെ ഈസി ആയിട്ട് ഇലയൊക്കെ മുറിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ഇലയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു ലീഫും കൂടെ കട്ട് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഇങ്ങനെ നമുക്ക് നമ്മുടെ ലീഫ് കട്ട് ചെയ്യാം. ഇത് നമ്മൾ ഫെവിക്കോൾ ഉപയോഗിച്ചാണ് ഇത് നമ്മളൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നത് കേട്ടോ. ഫെവിക്കോൾ ആ ഇലയുടെ സൈഡിലേക്ക് വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഫ്ലവർ അങ്ങോട്ട് വെച്ച് കൊടുക്കാം. ഇത് നമുക്കതിന് മുകളിലായിട്ട് കുറച്ച് പശയും കൂടെ തേച്ച് കൊടുത്തിട്ട് മറ്റേ ലീഫും കൂടെ വെച്ച് കൊടുക്കാം. കണ്ടോ, ഇപ്പം നമ്മുടെ ഫ്ലവർ ഇവിടെ റെഡി ആയി കഴിഞ്ഞിരിക്കുന്നുണ്ട്. ഇനി അത് നമുക്ക് ആ ഇലയും കൊണ്ട് താഴോട്ടൊക്കെ ഇങ്ങനെ ഒന്ന് പിടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഏത് ഷേപ്പിൽ വേണമെങ്കിലും അതിരിക്കും. ക്രീം പേപ്പറിന് അങ്ങനെ ഒരു ഗുണമുണ്ട്. അപ്പോൾ നമ്മുടെ ഫ്ലവർ കണ്ടില്ലേ, വളരെ മനോഹരമായിട്ടിരിക്കുന്നില്ലേ. അപ്പോൾ ബാക്കിയുള്ള നമ്മുടെ എല്ലാ ഫ്ലവറും ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി. വളരെ ഈസി ആയിട്ട് ഒരു ദിവസം എത്ര ഫ്ലവർ വേണമെങ്കിലും നമുക്കുണ്ടാക്കാം. ഫെവിക്കോൾ വെച്ച് ഒട്ടിച്ചത് കാരണം അത് പെട്ടെന്ന് ഡ്രൈ ആയിക്കോളും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ പണി. ഇനി ബാക്കി നമുക്ക് ഉള്ള ഫ്ലവേഴ്സും കൂടെ നമുക്കെല്ലാം ഇതുപോലെ തന്നെ നമുക്ക് എല്ലാം ഒന്ന് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എത്ര ഫ്ലവർ വേണോ അതിനനുസരിച്ചിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാം. ഏകദേശം ഒരു 10-12 ഫ്ലവർ ഞാനിവിടെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ. അപ്പോൾ അതെല്ലാം നമുക്കൊന്ന് ടേപ്പൊക്കെ ചുറ്റി ലീഫും ഒക്കെ വെച്ചിട്ട് നമുക്ക് അറേഞ്ച് ചെയ്യാം. കണ്ടോ, നമ്മുടെ ഫ്ലവറെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് എല്ലാ ഫ്ലവറിനും നമുക്ക് ലീഫ് കൊടുക്കണ്ട, എല്ലാം കൂടെ ആകുമ്പോഴത്തേക്ക് ഒരുപാട് ഇലയായി പോകില്ലേ. അപ്പോൾ എല്ലാത്തിനും നമുക്ക് കൊടുക്കണ്ട, കുറച്ച് ഫ്ലവറിന് മാത്രം ഇല വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കൊരു ഫ്ലവർ വേസ് വേണമല്ലോ. അപ്പോൾ ഞാൻ ഇതിലേക്കാണ് ഇത് അറേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഞാൻ മറ്റൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. മോൻ എനിക്ക് കൊടുത്തു വിട്ടതാണ്. ഇത് ഞാൻ 10 മണി വെക്കാമെന്നായിരുന്നു വിചാരിച്ചിരുന്നത്. പക്ഷേ മഴയൊക്കെ ആയതുകൊണ്ട് പുറത്ത് വയ്ക്കുന്നില്ലെന്ന് വിചാരിച്ചു, ഉള്ളിൽ തന്നെ വയ്ക്കാം. അപ്പോൾ ഇതിലേക്ക് നമ്മൾ വയ്ക്കുമ്പോൾ കുറച്ച് കല്ലിട്ട് കൊടുക്കേണ്ടി വരും. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് മെറ്റലാണ് എടുത്തിരിക്കുന്നത്, കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ് മെറ്റലാണ്. അപ്പോൾ ഇത് ഇട്ട് കൊടുത്ത കാരണം ഇത് ഫ്ലവർ വൈസിന് നല്ല വെയിറ്റ് ഇല്ലാത്തത് കാരണം നമ്മുടെ ഫ്ലവറെല്ലാം കൂടി ഇരുന്ന് കഴിയുമ്പോഴത്തേക്ക് ചിലപ്പം താഴെ വീഴും. അപ്പോൾ നമുക്ക് കുറച്ച് കല്ലിട്ട് കൊടുക്കാം ഇതുപോലെ ഫ്ലവർ വെച്ചതിന് ശേഷം. അപ്പോൾ നമ്മുടെ ഫ്ലവർ താഴെ പോകാതിരിക്കാനായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്, കല്ലിട്ട് കൊടുക്കുന്നത്. കല്ലിന് പകരം മണലോ എന്തെങ്കിലും ഇട്ട് കൊടുക്കാം നമുക്ക് കേട്ടോ. എന്നിട്ട് അതിന് മുകളിലായിട്ട് നമുക്ക് കുറച്ച് നല്ല എന്തെങ്കിലും നല്ല കളറുള്ള എന്തെങ്കിലും സ്റ്റോണും കൂടി ഇട്ട് കൊടുത്താൽ നല്ലതായിരിക്കും. അപ്പോൾ ഇവിടെ എൻ്റെ അടുത്ത് കുറച്ച് പെബിൾസ് ഉണ്ട്. ഞാൻ അത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരു കുറച്ച് ഭംഗി, കാരണം നമ്മൾ മുറിക്കുള്ളിൽ വെക്കുമ്പോൾ നല്ലൊരു അട്രാക്ഷനായിരിക്കും. നമ്മൾ ഇൻഡോർ ചെടിയിലൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം വെച്ചത് കണ്ടിരുന്നല്ലോ. അപ്പോൾ ഇവിടെ ഞാൻ ഒരു ബ്ലൂ കളറിലുള്ള കുറച്ച് കല്ലുകളാണ് ഇട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ആ റെഡും ബ്ലൂവും കൂടെ നല്ല കോമ്പിനേഷൻ ആയിരിക്കും എന്ന് എനിക്ക് തോന്നി. അപ്പോൾ റെഡ് പൂക്കളല്ലേ, അതിന് നമുക്ക് കുറച്ച് നല്ല നീലക്കല്ലൊക്കെ ഇട്ടൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോഴേക്ക് നല്ല ഭംഗിയായിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇതുപോലെ നമുക്ക് പല കളറിലും ഫ്ലവേഴ്സ് ഉണ്ടാക്കി വെച്ചാൽ വളരെ നല്ല ഭംഗിയായിരിക്കും. എല്ലാവരും തന്നെ ഇതുണ്ടാക്കി നോക്കുക. ഞാനിവിടെ ഒരു ബ്ലൂ കളറിലുള്ള ഒരു ഫ്ലവറും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. അത് നമുക്ക് റെഡ് സ്റ്റോൺസൊക്കെ ഇട്ട് ഞാനിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുക. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.